ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? നിർദ്ദേശങ്ങളാണല്ലേ ഫസ്റ്റ് നൽകിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. പ്രവർത്തനം ഒന്ന് നോക്കൂ. വായിക്കാം, എഴുതാം എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇതുപോലൊരു ചോദ്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് വരെയൊക്കെ ഒരു പാസേജ് നൽകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നോക്കാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയുമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല്. ഒഴുകും തോറും വീതിയും ആഴവും കൂടി അങ്ങനെ വലുതായി വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നുപോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞു കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? എവിടെയാണ് പുഴ ജനിച്ചതെന്നാണ്. ഇവിടെ നോക്കൂ, എവിടെയാണ് പുഴ ജനിച്ചത്? ഫസ്റ്റ് സെന്റൻസ് തന്നെ പറയുന്നുണ്ടല്ലേ, മലമുകളിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എവിടെയാ കൂട്ടുകാരെ പുഴ ജനിച്ചത്? മലമുകളിൽ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ സി, മലമുകളിൽ. അപ്പോൾ ഇനി ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇവിടെ ഇതേപോലെ നോക്കി ഈ ബോക്സിലേക്ക് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളം എന്ന് അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദമേത്? നീര്, അഭയം, ആഴം, മത്സ്യം. ഏതാണ്? നീരാണല്ലേ. ഞാൻ ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? വലിയ വെള്ളച്ചാട്ടം പോലെ, ചെറിയ നീർച്ചാല് പോലെ, വലിയൊരു പാറ പോലെ, ചെറിയ കല്ല് പോലെ. ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് എന്നാണല്ലേ പറയുന്നത്. അപ്പം ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ചെറിയൊരു നീർച്ചാല് പോലെയാണ് ഉണ്ടായിരുന്നുള്ളത് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നു ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. എന്തായിരിക്കും? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞു എന്നുള്ളതാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? പാറ, മത്സ്യം, മരം, മല. ഇതിൽ ആരാണ് പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് കൂട്ടുകാരെ? ഇവിടെ നോക്കൂ, പറയുന്നുണ്ട് തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. മുകളിലൂടെ ഒഴുകി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ഏതായിരിക്കും വരിക? കല്ലുകൾക്കും പാറകൾക്കും. ഇവിടെ പാറയാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് ആരാണ്? പാറ. ഓക്കെ, ഇതിൻ പ്രവർത്തനം 2 വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിന്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ, കവിത വായിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കവിതയുടെ താളത്തിൽ എഴുതി നോക്കൂ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. പിന്നെ നമുക്ക് ആരൊക്കെ വന്നെന്ന് എഴുതാം. ആരൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവുക കൂട്ടുകാരെ? കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇതുപോലെ പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേന്ന് എഴുതിയ പോലെ നമുക്ക് മറ്റു പക്ഷികളെയൊക്കെ ഇതുപോലെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കവിത പൂർത്തീകരിക്കുക. ഓക്കെ, ഇതിൽ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംഭാഷണം എഴുതാം എന്നുള്ളതാണല്ലേ. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണല്ലേ കൂട്ടുകാരെ നമ്മൾ എഴുതേണ്ടത്. നമ്മൾ സംഭാഷണം എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സംഭാഷണം ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 4 വായിക്കാം, വരയ്ക്കാം, ഒരു കടങ്കഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. കവിതയാണല്ലേ. അപ്പൊ കവിത വായിക്കും. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാനത്തുള്ളവ, താഴത്തുള്ളവ. മാനത്തുള്ളവ ഏതൊക്കെയാണ്? അമ്പിളിയുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മാനത്തുള്ളവ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? അമ്പിളിയുണ്ട്, അതുപോലെ സൂര്യൻ, മഴവില്ലല്ലേ. ദെൻ താഴത്തുള്ളത് ആമ്പല്, സൂര്യകാന്തി, ദെൻ മാനും മയിലും. താഴത്ത് എന്നുള്ളതിൽ അത് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ, നിറം നൽകൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അമ്പിളി തെരിയും മാനത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആകാശമൊക്കെ വരച്ച് അവിടെ ഒരു അമ്പിളി മാമനെയൊക്കെ വരച്ച് മനോഹരമാക്കാം.
എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കുളമൊക്കെ വരച്ചതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആമ്പൽ വരച്ച് ചേർക്കാം. അതുപോലെ ആകാശത്ത് സൂര്യനും അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, മഴവില്ലിൻ്റെ ചിത്രമോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. കടങ്കഥയാണ് അല്ലെ. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയും കണ്ടില്ലേ. മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ്. ഉത്തരം കണ്ടെത്തൂ എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. കിഴക്കു കാണാം കാലത്ത്, തലയ്ക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയൂ ഞാൻ ആര്. ആരാ കൂട്ടുകാരെ? സൂര്യനാണ്. ഇത് ആരാണ്? സൂര്യൻ. ഇതിൽ കരയില്ല കടലിലെ കൊച്ചുകോണി, തൊഴിലില്ലാതോടുന്ന കൊച്ചുതോണി. ആരാ കൂട്ടുകാരെ? അമ്പിളിമാമനാണ് അല്ലേ, അഥവാ ചന്ദ്രനാണ്. ദെൻ മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കടങ്കഥകൾ നമുക്ക് അറിയാമല്ലേ നക്ഷത്രത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതുക. ദെൻ അനുഭവ വിവരണമാണല്ലേ. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ. എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്. അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്. സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്തായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ. ഈ വർഷത്തെ ആദ്യ ദിവസത്തെ സ്കൂൾ ദിന അനുഭവം ഒരു വിവരണമായിട്ട് എഴുതുക. അതായത് അനുഭവ വിവരണം, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഉണ്ടാവില്ലേ സ്കൂളിലെ, അതൊരു അനുഭവ വിവരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറി കുറിപ്പായിട്ട് എഴുതുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, അനുഭവ വിവരണമായിട്ട് അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ആ ഒരു കോർണറിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റും ഡേയും എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.